അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ഈ സ്ഥാപനത്തെ വീണ്ടും ഓർത്തുകൊണ്ട് ഇവിടേക്ക് കടന്നു വരാനും അന്ന് നമുക്ക് താങ്ങും തണലുമായി നിന്ന മഹാവ്യക്തിത്വങ്ങളെ അനുസ്മരിക്കാനും നിങ്ങൾ ഈ 17ാമത്തെ വർഷവും ആവേശത്തോടെ കാണിക്കുന്ന ഈ ഊർജ്ജസ്വലതയെ അഭിനന്ദിച്ചുകൊണ്ട് അസ്ലം സാഹിബ് അസനാജി അനുസ്മരണം എന്ന ഈ സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അസ്ലം സാഹിബിനെയും അസനാജിയെയും അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രവർത്തനത്തിന് അവസരം നൽകിയ ഈ സ്ഥാപനത്തിൻ്റെ പൂർവ്വചരിത്രത്തെ കൂടി അല്പം നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് കൂടി അല്പസമയം കണ്ണോടിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെയും ഭരണഘടനയെയും ഒക്കെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന അഭിമാനം കൂടി നമുക്ക് ഉണ്ടാകേണ്ടതാണ്. 100 വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സ്ഥാപനം, ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ മാപ്പിളമാർ നടത്തിയ ഐതിഹാസികമായ സമരവും ആ സമരത്തെ ഏറ്റവും നിഷ്ഠൂരമായി നേരിട്ട ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കിരാതമായ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ദയനീയമായ ഒരവസ്ഥയും, ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ ആ മലബാർ പ്രക്ഷോഭകരെ ബ്രിട്ടീഷ് പട്ടാളം ഏറ്റവും ക്രൂരമായ രീതിയിൽ, മനുഷ്യത്വരഹിതമായ രീതിയിൽ നേരിടുകയായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. കൂട്ടമായിട്ട് വെടിവെച്ച് കൊല്ലുക, കൂട്ടമായി തീയിട്ട് കത്തിക്കുക, അവരെ കൂട്ടമായിട്ട് നാട് കടത്തുക, സ്ത്രീകളെയും കുട്ടികളോടുമൊക്കെ വളരെ നിഷ്ഠൂരമായിട്ട് പെരുമാറുക. അങ്ങനെ ഏതൊരു സാമ്രാജ്യത്വ ശക്തിയും ഒരു പാവം ജനതയോട് എത്ര നിഷ്ഠൂരമായി പെരുമാറാൻ സാധിക്കുമോ അതിൻ്റെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലക്കാണ് ഈ ഒരു സമരത്തിൻ്റെ അവശേഷിപ്പുകൾ സമൂഹത്തിൽ ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അന്ന് പക്ഷേ മാധ്യമങ്ങളോ മറ്റോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച ഈ കൊടിയ ദുരിതങ്ങൾ സമൂഹം അറിയാതെ പോയിരുന്നുവെന്നാണ്. മഹാത്മാഗാന്ധി മരിച്ചതുപോലും പിറ്റേ ദിവസമാണ് കേരളത്തിൽ അറിഞ്ഞത് എന്നൊരവസ്ഥയിൽ 1920-21 കാലഘട്ടത്തിലൊക്കെ നടന്ന ഈ സംഭവങ്ങൾ അടുത്ത പ്രദേശത്ത് പോലും അറിയാതെ പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അന്ന് സംഭവിക്കാനിടയുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ് ഇതിനെ സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു മഹാവ്യക്തിയെക്കുറിച്ച് ഈ JDTയുമായി ബന്ധപ്പെട്ട് നാം തിരിച്ചറിയുന്നൊരു വ്യക്തി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ലഹളബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ ഈ വളരെ ദയനീയമായ കാഴ്ചകളൊക്കെ കാണുകയും മനസ്സ് നൊന്തുകയും ചെയ്ത അദ്ദേഹം അന്നത്തെ കലക്ടറായിരുന്ന EF തോമസിന് 3 പ്രാവശ്യം ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടണം, ഈ മനുഷ്യരുടെ കണ്ണീരിനൊരറുതി ഉണ്ടാക്കണം എന്ന് 3 പ്രാവശ്യം കത്തയച്ചെങ്കിലും കലക്ടർ ആ കത്തുപോലും കൈപ്പറ്റാതെ ഇദ്ദേഹത്തിന് അയച്ച അഡ്രസ്സിൽ തിരിച്ചയക്കുകയാണ് ചെയ്തത് എന്നാണ്. അബ്ദുറഹിമാൻ സാഹിബ് അടങ്ങിയിരുന്നില്ല. അദ്ദേഹം വീണ്ടും ആലോചിച്ചു എങ്ങനെ ഇതൊന്ന് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം അടുത്തതായി ചെയ്തത് അന്നത്തെ പ്രധാനപ്പെട്ട ചില ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് ഈ ദയനീയ അവസ്ഥ വിവരിച്ചുകൊണ്ട് എഴുതുകയാണ്. പക്ഷേ അന്നത്തെ പല ഇംഗ്ലീഷ് പത്രങ്ങളും ബ്രിട്ടീഷ് മേധാവിത്വത്തിന് വഴിപ്പെട്ട് നിൽക്കുന്നവരായിരുന്നതുകൊണ്ട് പലരും അത് പ്രസിദ്ധീകരിച്ചില്ല എന്നാണ്. 2 പത്രങ്ങൾ മാത്രമാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഒന്ന് ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്നൊരു പത്രവും അതേപോലെ ദ ഹിന്ദു എന്ന് പറയുന്ന പത്രവും.
ഈ രണ്ട് പത്രങ്ങളിൽ ഈ ഒരു വാർത്ത വന്നതോടുകൂടിയിട്ടാണ് ഇത് സമൂഹം മനസ്സ് ഇത് തിരിച്ചറിയാൻ കാരണമാകുന്നത് എന്നാണ്. അദ്ദേഹം അവിടെയും നിർത്തിയില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാർത്ത വന്ന ഇംഗ്ലീഷ് പത്രങ്ങളെ അധികരിച്ചുകൊണ്ട് ചില ഉറുദു പത്രങ്ങളൊക്കെ ഈ വാർത്ത എടുത്ത് പ്രസിദ്ധീകരിച്ചു. സെമീന്ദാർ പോലെയുള്ള പത്രങ്ങളൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ട് ഇതൊരു ദേശീയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. വീണ്ടും അബ്ദുറഹിമാൻ സാഹിബ് ബോംബെ ചൗപ്പാത്തി കടപ്പുറത്ത് നടന്ന കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാനൊരവസരം കിട്ടിയപ്പോൾ ഇങ്ങ് കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് ഈ മലബാറിൽ നടക്കുന്ന ഈ വളരെ പ്രയാസകരമായൊരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചത് എന്നാണ്. ആ വേദിയിലായിരുന്നു മൗലാന അബ്ദുൽ ഖാദർ കസൂരി എന്ന് നമ്മളിന്ന് JDTയുടെ സ്ഥാപകനായി പറയുന്നൊരു മനുഷ്യൻ ഈ ദയനീയമായ കാര്യങ്ങൾ കേട്ടുകൊണ്ട് സദസ്സിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു ഇടപെടേണ്ട പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നേരത്തെ തന്നെ അബ്ദുൽ ഖാദർ കസൂരി പൂനെ ആസ്ഥാനമായിട്ട് JDT ഇസ്ലാം എന്ന പേരിൽ ഒരു ചാരിറ്റി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം സമ്മേളനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തിൻ്റെ 2 മക്കളെ വിളിക്കുകയാണ്. മുഹിയുദ്ദീൻ അഹമ്മദ് കസൂരിയെയും മുഹമ്മദ് അലി കസൂരിയെയും വിളിച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവരിവിടെ വരുന്നു. ഈ പ്രദേശങ്ങൾ അവർ സന്ദർശിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടതിനേക്കാൾ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം അവർ ചെന്ന് ചേർന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം അവർ ചെയ്തത് അവിടെ അവർ വന്ന സ്ഥലം മലബാറിൽ, പഴയ മലബാറിൽ 6 സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അവർ ആരംഭിച്ചു. 25,000-ഓളം ദുരിതബാധിതർക്ക് 6 മാസത്തോളം ഭക്ഷണ കിറ്റുകൾ അവർ വിതരണം ചെയ്തു. 20,000-ഓളം ആളുകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. 285-ഓളം വീടുകൾ പുനർനിർമ്മിച്ചു കൊടുത്തു. ഇതൊക്കെ നടക്കുന്നത് 921-ലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ റിലീഫ് വർക്കിൻ്റെ ആധുനിക രൂപമായി ഇന്ന് നമ്മൾ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അന്നേ കണ്ടെത്തുകയും അത് ചെയ്യാൻ മനസ്സ് കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരിവിടെ വന്നത്, ഖസൂരിമാർ ഇവിടെ വന്നതെന്നാണ്. അവർ ഇന്നത്തെ പഞ്ചാബിലെ ലാഹോറിനടുത്തുള്ള ഖസൂർ എന്ന പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ കസൂരിമാർ എന്ന് പേര് വിളിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ അവർക്ക് അടുത്തതായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത് ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നമായിരുന്നു എന്നാണ്. അനാഥരായിപ്പോയ കുട്ടികൾ. ആ കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ലഹളബാധിത പ്രദേശത്ത് ഒന്നും ചെയ്യാനുള്ള സാഹചര്യം അവർക്കില്ല. അങ്ങനെ അവർ 24 കുട്ടികളെയുമായിട്ട് അവിടെ നിന്ന് പോരുകയാണ്. കോഴിക്കോട് വന്ന് നമ്മൾ ഇന്ന് പട്ടുതെരുവ് എന്ന് പറയുന്ന സിൽക്ക് സ്ട്രീറ്റിൽ അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത്, പുതിയ മാടത്തുമ്മൽ തറവാട് എന്നാണ് ആ വീട് വാടകയ്ക്കെടുത്ത് 24 കുട്ടികളെയുമായിട്ട് 1922-ൽ കേരളത്തിലെ ആദ്യത്തെ ഒരു അനാഥശാലയ്ക്ക് അവർ JDT ഇസ്ലാം എന്ന അവരുടെ സംഘടനയുടെ പേരിൽ തന്നെ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ 22-ൽ അവിടെ തുടക്കം കുറിച്ചു. 2 മാസത്തിന് ശേഷം അവിടെ നിന്ന് അവർക്ക് മാറി കോഴിക്കോട് മാനാഞ്ചിറക്കടുത്ത ഹജൂർ കച്ചേരിക്കടുത്തുള്ള അഞ്ചുമൻ മുസ്ലിം സഭാ ഹാളിലേക്ക് അവർക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ 2 വർഷത്തോളം അവിടെയാണ് JDT ഇസ്ലാം പ്രവർത്തിച്ചത്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. 1924-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ആ സമയത്ത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് ഇതേപോലെ ഒരുപാട് കുട്ടികൾ അനാഥരായി പോയപ്പോൾ, അവരെ സംരക്ഷിക്കാൻ ആളില്ലാതായി പോയപ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് സമൂഹം ചിന്തിച്ചപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും കടന്നു വന്നൊരു ചിന്ത, കുട്ടികളെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു സംഘടന കോഴിക്കോട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടാക്കാമെന്നാണ്. അങ്ങനെ അക്കുട്ടികളെയുമായിട്ട് അങ്ങനെ കോഴിക്കോട്ടേക്ക് വരികയാണ്. വന്നപ്പോൾ അവർക്കവിടെ ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ അവർക്കൊരു പുതിയ താവളം കണ്ടെത്തേണ്ടി വന്നു. അങ്ങനെയാണ് മൗലാന മുഹിയുദ്ദീൻ അഹമ്മദ് ഖസൂരി അന്നത്തെ കോഴിക്കോട്ട് സാമൂതിരിയായിരുന്ന പുതിയ കോവിലകത്ത് കിഴക്കേക്കെട്ടിൽ വലിയ കുഞ്ചുണ്ണി രാജയുമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാമൂതിരിയുടെ അധീനത്തിൽ കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള 2 സ്ഥലം, ഒന്ന് JDT നിൽക്കുന്ന ഈ സ്ഥലവും ഒന്ന് ലോ കോളേജ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലവും അദ്ദേഹത്തിന് 1924 സെപ്റ്റംബർ 15-ന് രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയാണ്. ഇത് മൗലാന മുഹിയുദ്ദീൻ അഹമ്മദ് ഖസൂരി വില കൊടുത്ത് വാങ്ങുകയായിരുന്നു അന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ കുട്ടികളുമായിട്ട് ഇവിടെ വരികയാണ്. ഇത് മൊട്ടക്കുന്നാണ്. ജമിയത്ത് ഹിൽ എന്നവർ പേര് കൊടുത്തു.
വളരെയധികം ദുരിതം പിടിച്ച ഒരു കാലമാണ്. എന്നാലും അവരുടെ ട്രസ്റ്റിൻ്റെ വരുമാനം കൊണ്ട് ഈ കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചില കുടിലുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് കോഴിക്കോട്ടെ ഖിലാഫത്ത് നേതാക്കളായ പൊന്മാടത്ത് മൊയ്തീൻ കോയ, അതേപോലെ കോട്ടപ്പറമ്പ് മാളിയേക്കൽ ഖാദിരിക്കോയ ഹാജി, ഉസ്മാൻ വക്കീൽ എന്നിവരെ പോലെയുള്ള കുറച്ച് ഈ നേതാക്കന്മാർ, ഖിലാഫത്ത് നേതാക്കന്മാർ കോഴിക്കോട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ 1930 വരെ കസൂരിമാർ തന്നെ ഈ സ്ഥാപനത്തെ നയിച്ചു. പിന്നീട് മുഹമ്മദ് അലി കസൂരിക്ക് ചില അസുഖങ്ങളുണ്ടാവുകയും അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്തപ്പോൾ അവർക്കിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല എന്ന വിഷയം വന്നപ്പോൾ അവർ വീണ്ടും ഈ JDTയുടെ ഭരണം ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെയാണ് JDTയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് അവരുടെ തന്നെ ഒരു മച്ചൂനനായിട്ടുള്ള നസീർ ഹുസൈനെ നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ HS അബ്ദുറഹിമാൻ എന്ന് പറയുന്ന പഞ്ചാബുകാരനായിട്ടുള്ളൊരു മനുഷ്യനെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ടും അവർ നിയമിക്കുകയാണ്. ഈ HS അബ്ദുറഹിമാനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. JDTയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ഒരു സിഖ് സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അക്കാലത്ത് തന്നെ മെഡിക്കൽ ബിരുദം MBBS നേടിയ ഒരു വ്യക്തിയായിരുന്നു. നല്ല മിടുക്കനായിരുന്നു. 5-8 ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ കസൂരിമാർ ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹം ഇവിടെ സന്ദർശിക്കാനൊക്കെ വന്ന് JDTയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇവർക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ JDTയുടെ അടുത്ത സെക്രട്ടറി ആയിട്ട് കസൂരിമാർ ഇദ്ദേഹത്തെ തന്നെയാണ് കണ്ടെത്തിയത് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യത്തെ സെക്രട്ടറിയാക്കി. അദ്ദേഹം JDTയിൽ വന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു. ഇവിടുത്തെ കുട്ടികൾ, അവർക്ക് ആശയവിനിമയത്തിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഉറുദു ഭാഷ അറിയില്ല എന്നുള്ളതായിരുന്നു. ഇംഗ്ലീഷ് ഏതായാലും അറിയില്ല. ഉറുദു ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി JDTയിൽ ഒരു തുടക്കമിട്ട ആൾ കൂടിയായിരുന്നു ഈ ഡോക്ടർ HS അബ്ദുറഹിമാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പിന്നീട് JDT ഭരണത്തിൽ നിന്ന് മാറിയിട്ടും പിന്നീട് കേരളം വിട്ടുപോയിട്ടില്ല. വയനാട്ടിൽ പിണങ്ങോടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് പഞ്ചാബ് എസ്റ്റേറ്റ് എന്ന പേരിൽ അദ്ദേഹം അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ പഞ്ചാബ് ബസ് സ്റ്റോപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഇപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഈ വേളയിൽ ഒന്ന് അനുസ്മരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് JDTയെ നെഞ്ചേറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് നാം അനുസ്മരിക്കുന്ന മുഹമ്മദ് അസ്ലം സാഹിബാണ്. 34 വർഷം JDTയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച ഏക വ്യക്തി. ഇന്ന് വരെയുള്ള പ്രവർത്തന കാലയളവിൽ ഏറ്റവും കാലയളവ് JDTയുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. വയനാട്ടിലെ ആലുങ്ങൽ തറവാട്ടിൽ 1917 ജനിച്ച മുഹമ്മദ് അസ്ലം സാഹിബിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. 1929 JDTയിൽ 3-ാം ക്ലാസ്സിൽ ഒരു അനാഥ വിദ്യാർത്ഥിയായിട്ടാണ് അസ്ലം സാഹിബ് എത്തുന്നത്. JDTയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നടത്തി. പഠിക്കാൻ മിടുക്കനായിരുന്നതുകൊണ്ട് അന്ന് പഠിക്കാൻ മിടുക്കുള്ള കുട്ടികളെ പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ കോഴിക്കോട്ട് ഗണപത് സ്കൂളിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഉറുദു ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് അയച്ചു. അദീബെ ഫാസിൽ ബിരുദമൊക്കെ നേടി അദ്ദേഹം തിരിച്ചു വന്ന് ആദ്യം അദ്ദേഹം കോഴിക്കോട് ഹിമായത്ത് സ്കൂളിലെ ഒരു ഉറുദു അധ്യാപകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന JDT പ്രസിഡൻ്റായിരുന്ന മക്ബൂൽ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ JDTയിലേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ JDTയിൽ വന്ന് പ്രവർത്തിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഹിമായത്തിലെ ജോലി രാജിവെച്ചുകൊണ്ട് മുഹമ്മദ് അസ്ലം സാഹിബ് ആദ്യം വാർഡനായിട്ടും പിന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടും JDTയിലേക്ക് വരികയാണ്. JDTയുടെ ആദ്യത്തെ മലയാളി സെക്രട്ടറി എന്ന് നമ്മൾ വിളിക്കുന്നത് അസ്ലം സാഹിബിനെയാണ്. അസ്ലം സാഹിബ് വരുന്ന കാലത്തെ JDTയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അന്ന് കേരളീയ സമൂഹം പൊതുവെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതും അന്ന് മാത്രമല്ല, ആ സമയത്ത് രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങളും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തൊരു കാലം. 1939 മുതൽ 45 വരെ നീണ്ട 2-ാം ലോക മഹായുദ്ധത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം 1942 സ്ഥാനമേൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. സ്ഥാനമേറ്റ വർഷം തന്നെ ഉണ്ടായൊരു പ്രശ്നം 1942
കേരളത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു കോളറ പിടിപെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഒരുപാട് രക്ഷിതാക്കൾ മരിച്ചുപോയി. അങ്ങനെ അനാഥരാക്കപ്പെട്ട ആ കുട്ടികളുടെ വിഷയം കൂടി വന്നപ്പോൾ ആ കുട്ടികളെയും ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ വന്നു. ഇപ്പോൾ JDTയിൽ വലിയ റിക്വസ്റ്റ് വരികയാണ്. കുട്ടികൾ അന്ന് 1500ഓളം ഒക്കെ JDTയിലെ ഓർഫൻസിൻ്റെ എണ്ണം വർദ്ധിച്ചിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ KM മൗലവി, ഉമർ മൗലവി പോലെയുള്ള ആളുകളൊക്കെ മലപ്പുറത്ത് നിന്ന് ഈ കോഴിക്കോട്ടേക്ക് വന്ന് JDTയുടെ പ്രസിഡന്റ് മക്ബൂൽ അഹമ്മദ് സാഹിബൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാണ്, നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവരോട് സംസാരിക്കാൻ വേണ്ടി മക്ബൂൽ അഹമ്മദ് സാഹിബ് ചുമതലപ്പെടുത്തിയത് മുഹമ്മദ് അസ്ലം സാഹിബിനെയായിരുന്നു. മുഹമ്മദ് അസ്ലം സാഹിബ് തിരൂരങ്ങാടിയിൽ ചെന്നിട്ട് KM മൗലവിയെയും ഉമർ മൗലവിയെയും ഒക്കെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അസ്ലം സാഹിബ് അവരോട് പറഞ്ഞത്, ഇവരെല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ മാത്രം JDTക്ക് കഴിയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, JDTയുടെ ഒരു ബ്രാഞ്ചായിട്ട് ഒരു ഓർഫനേജ് നമുക്ക് എന്ത് ചെയ്യാം, തിരൂരങ്ങാടിയിൽ തുടങ്ങാം എന്നാണ്. അങ്ങനെയാണ് 1942 MK ഹാജി മുൻകൈ എടുത്തുകൊണ്ട് JDTയുടെ ഒരു ബ്രാഞ്ചായിക്കൊണ്ട് തന്നെ ഈ ഓർഫനേജ് തിരൂരങ്ങാടിയിൽ ആരംഭിക്കുന്നത്. ഇപ്പോൾ തിരൂരങ്ങാടി ഓർഫനേജിൻ്റെ ഉദ്ഘാടനത്തിന് നിമിത്തമായതുകൂടി അസ്ലം സാഹിബ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് JDTയുടെ ഫണ്ടിൽ നിന്ന് 200 രൂപ ഈ ഓർഫനേജിന് വേണ്ടി സംഭാവന കൊടുത്തിരുന്നു എന്നും അറിവുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ഓർഫനേജുകളുടെ മാതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന JDT കേരളത്തിൽ മറ്റ് ഓർഫനേജുകളുടെ സ്ഥാപനത്തിനു കൂടി ഒരു നിമിത്തമായി, അത് അസ്ലം സാഹിബിലൂടെ നിമിത്തമായി എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നത്തെ വറുതിയുടെ കാലത്ത് JDTയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അസ്ലം സാഹിബൊക്കെ വഹിച്ച ത്യാഗങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അദ്ദേഹം വല്യങ്ങാടിയിലൂടെയും വ്യാപാര കേന്ദ്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കോന്തലയും നിവർത്തി ഇങ്ങനെ നടക്കുന്നു എന്നാണ്. ഒരു പിടി അരി ആരെങ്കിലും ഇട്ടാൽ സമാധാനമായല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ ഒരു ദുരിതകാലത്ത് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിച്ച വളരെ പ്രതിഭാശാലിയായ ഒരു ഭരണാധിപനായിരുന്നു അസ്ലം സാഹിബ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1932 JDTയിൽ ഒരു LP സ്കൂൾ സ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും അസ്ലം സാഹിബിൻ്റെ കാലത്താണ് 1957 ഒരു ഹൈസ്കൂള് JDTയിൽ വരുന്നത്. ഈ ഹൈസ്കൂൾ വന്നതോടു കൂടിയിട്ടാണ് JDTയിൽ ഓർഫൻ അല്ലാത്ത കുട്ടികളെയും കൂടി അതിലേക്ക് എടുക്കാൻ ആരംഭിക്കുന്നതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ 1976 വരെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ തൻ്റെ ഒരു പുരുഷായുസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, 34 കൊല്ലം ഈ ഒരു സ്ഥാപനത്തെ നെഞ്ചേറ്റി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യൻ 1976 ഒക്ടോബർ 12 ബോംബെയിലെ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ 95 യാത്രക്കാരുമായി പുറപ്പെട്ടൊരു വിമാനത്തിൽ മദ്രാസിലേക്ക് വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് അദ്ദേഹം കീഴടങ്ങേണ്ടി വന്നത്. മുഴുവൻ യാത്രക്കാരുമായിട്ട് ആ വിമാനം തീപിടിച്ച് 59ാമത്തെ വയസ്സിൽ അസ്ലം സാഹിബിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ മഹാനുഭാവന് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ആവേശത്തോടും അതേപോലെ അഭിമാനത്തോടും സ്നേഹത്തോടും സ്മരിക്കുന്ന ബഹുമാന്യനായ KP ഹസനാജി 1976 അസ്ലം സാഹിബ് മരണപ്പെടുന്ന സമയത്ത് ഹസനാജി JDTയിലുണ്ട്. ഹസനാജി 62 JDTയിൽ വരുന്നത്. അസ്ലം സാഹിബ് മരിച്ചപ്പോൾ അടുത്ത സെക്രട്ടറി ആര് എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ആദ്യത്തെ പേര് വന്നത് ഹസനാജിയുടേതായിരുന്നു. പക്ഷേ ഹസനാജി പെട്ടെന്ന് അതിന് സമ്മതം മൂളിയില്ല എന്നാണ്. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് 76 കഴിഞ്ഞ് 2 വർഷം അന്ന് ഉത്താൻകോയ ഹാജി എന്ന് പറയുന്ന ഒരു മദ്രാസ് ബേസ്ഡായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് 2 വർഷം സെക്രട്ടറി ആയിട്ട് മാറുന്നത്. 78 ഹസനാജി യഥാർത്ഥ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മാഹി കമ്മ്യൂൺ എന്നറിയുന്ന പാറോൽ, കേളോത്തെ, ചാലക്കര, ചെമ്പ്രയിൽ, ഈന്തുള്ളതിൽ കുന്നുംപുറത്ത് അബുഹാജിയുടെയും കേളോത്ത്, പൊന്നോത്ത്, പുളിക്കക്കണ്ടി സൈനബയുടെയും മകനായിട്ടാണ് ഹസനാജി 1936 ജനിക്കുന്നത്. പ്രാരംഭ വിദ്യാഭ്യാസമൊക്കെ മാഹി പാറോൽ ഭാഗത്തായിരുന്നു. മഅ്ദനുൽ ഉലൂം സനാനിയ, പാറ UP സ്കൂൾ, MM ഹൈസ്കൂൾ, ന്യൂ മാഹി എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. അദ്ദേഹത്തിൻ്റെ പിതാവ് ബർമയിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നതിനാൽ അന്ന് പല കുട്ടികളെയും പോലെ നേരത്തെ തന്നെ
പിതാവിൻ്റെ ബിസിനസ്സിൽ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ബർമ്മയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിന്നീട് അദ്ദേഹം പഠിച്ചത് ബർമ്മയിലെ സെൻറ്റ് ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ വളരെയധികം പഠനത്തിൽ മിടുക്കനും നല്ല നേതൃത്വ ഗുണമുള്ള വ്യക്തിയുമായിരുന്നു ഹസനാജി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു കളരി അഭ്യാസിയും സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു വ്യക്തിയും നേതൃത്വ ഗുണമുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം ബർമ്മയിലെത്തിയ ഉടനെ ശ്രമിച്ചത്, അദ്ദേഹം അവിടുത്തെ സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. അതിൻ്റെ അച്ചടക്കവും കൃത്യനിഷ്ഠയുമൊക്കെ അദ്ദേഹത്തെ ആകർഷിക്കുകയും അതിൻ്റെ എല്ലാ പരിശീലനങ്ങളും അദ്ദേഹം അവിടെ വെച്ച് നേടുകയും അങ്ങനെ ബർമ്മയുടെ ചരിത്രത്തിൽ അന്നല്ല, സ്കൗട്ട്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 18 വയസ്സാകാത്തൊരു വ്യക്തി അപ്പർ ബർമ സ്കൗട്ട് കമ്മീഷണറാകുന്ന ഒരു അനുഭവവും ഹസനാജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്കൗട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബർമ്മയിലെയും ഇന്ത്യയിലെയും പല പ്രമുഖരുമായിട്ടും പരിചയപ്പെടാനും ബന്ധം സ്ഥാപിക്കാനൊക്കെ ഹസനാജിക്ക് സാധിച്ചു. ഹസൻ മലബാരി എന്ന പേരിൽ അന്ന് ബർമ്മയിൽ മലയാളിയായ പ്രമുഖനായൊരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന് മാറാനും സാധിച്ചു. 1958 അപ്പർ ബർമ സ്കൗട്ട് കമ്മീഷണറായിരുന്ന ഹസനാജിക്ക് കോഴിക്കോട്ടൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫാദർ വെർഗോത്തിനിയായിരുന്നു ആ സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. ആ സ്വീകരണത്തിന് ശേഷം 1958 ഫാദർ വെർഗോത്തിനി ഹസനാജിയെ പല സ്ഥാപനങ്ങളും സന്ദർശിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അതിലൊരു സ്ഥാപനമായിരുന്നു JDT ഇസ്ലാം, മറ്റൊന്ന് സെൻറ്റ് വിൻസെൻ്റ് ഹോമായിരുന്നു, മറ്റൊന്ന് പൂർ ഹോമായിരുന്നു. 1958 തന്നെ ഹസനാജി JDTയിൽ വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. 58 പിന്നെ ഹസനാജി അതിന് ശേഷം ചെയ്തത് മാവൂർ ഗോളിയോ റയൻസിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്ന കുട്ടി സാഹിബിൻ്റെ ആ നിർമ്മാണ കരാർ കമ്പനിയുടെ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ കം ലേബർ ഓഫീസറായിട്ട് ചാർജ് എടുത്ത് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഗോളിയോ റോയൻസിൻ്റെ കോൺട്രാക്റ്റ് വർക്കിനിടെയാണ് ഹസനാജി എന്ന് പറയുന്ന ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനെക്കുറിച്ച് JDTയുടെ അന്നത്തെ സെക്രട്ടറി മുഹമ്മദ് അസ്ലം സാഹിബും നസീർ ഹുസൈൻ സാഹിബ് പ്രസിഡൻറ്റും ഒക്കെ അറിയുന്നത്. ഈ വ്യക്തിയെ JDTക്ക് ലഭിച്ചാൽ ഉപകാരമാവും എന്ന് അസ്ലം സാഹിബിനൊക്കെ തോന്നുകയും അങ്ങനെ അവർ മാവൂരിൽ അവിടെ ചെന്നിട്ട് കുട്ടി സാഹിബുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ചർച്ചയുടെ കുട്ടി സാഹിബിൻ്റെ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് JDTയിൽ 1962 ജൂൺ 2 JDTയിൽ ഒരു ഓണററി മാനേജറായിട്ട് അന്ന് ഹസനാജി വരുന്നത്. ഹസനാജി വരുന്ന ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കാഴ്ച അദ്ദേഹം പറയുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണ്. 150ഓളം അനാഥ കുട്ടികൾ തലയിൽ ചൊറിപിടിച്ച്, ശരീരമാസകലം ചൊറിപിടിച്ച്, വ്രണങ്ങളൊലിച്ച് നിലത്ത് കുത്തിയിരുന്ന് ഒരു പൊട്ടിയ ഇരുമ്പ് പാത്രത്തിൽ നിന്ന് പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്ന ഒരു രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ JDTയിലേക്ക് വന്നത് എന്ന് ഹസനാജി പറയേണ്ടായിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ ആ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്പർശിക്കുകയും ഈ കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് പ്രവർത്തിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ശമ്പളം ഫിക്സ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു എന്നാണ്. എന്താണത്? ഓർഫനേജിൻ്റെ ഫണ്ടിൽ നിന്ന് എനിക്കൊരു പൈസയും ശമ്പളമായിട്ട് തരരുത് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം തന്നെ അതിനൊരു പോംവഴി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയം ബോർഡിംഗ് സ്കൂൾ തുടങ്ങാം, ബോർഡിംഗ് ഹോസ്റ്റൽ തുടങ്ങാമെന്നാണ്. അങ്ങനെ ആ ബോർഡിംഗ് ഹോസ്റ്റൽ തുടങ്ങി അവിടുത്തെ വരുമാനം അത് JDTക്ക് ഉള്ള ഒരു വരുമാനമായി മാറുന്ന ഒരവസ്ഥയിൽ അതിൽ നിന്ന് ഞാൻ ശമ്പളം കൈപ്പറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ശമ്പളം ആ ഫണ്ടിൽ നിന്നാണ് വാങ്ങിയത് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ അസ്ലം സാഹിബുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം ഒരു മാനേജറായിരുന്നുവെങ്കിലും നല്ല പ്രവർത്തന സ്വാതന്ത്ര്യം സെക്രട്ടറി അസ്ലം സാഹിബ് ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നു. കുട്ടികളെ എങ്ങനെങ്കിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരാം. അദ്ദേഹം വന്ന കൊല്ലം തന്നെ 62 ചേർന്ന വർഷം തന്നെ കുറച്ച് കുട്ടികളുമായിട്ട് ഒരു ഭാരതയാത്ര നടത്തിയെന്നാണ്. ഇന്ത്യ മുഴുവൻ ആ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആദ്യമായിട്ട് JDTയിൽ നിന്ന് 5 കുട്ടികൾക്ക് ആ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ JDTയുമായി പ്രവർത്തിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ MESുമായിട്ട് അദ്ദേഹം ബന്ധം സ്ഥാപിച്ചു. 1964 MES രൂപീകരിക്കപ്പെടുന്നത്. ആ 64 രൂപീകരിക്കപ്പെടുന്ന അതേ കാലത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഹസനാജി സഹകരിച്ചു. MESന് നല്ലൊരു സ്കൂൾ കോഴിക്കോട്ട് വേണം, അല്ലെങ്കിൽ നല്ലൊരു ബോർഡിംഗ് സ്കൂൾ, പണക്കാരായ കുട്ടികൾക്ക് നല്ല അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥാപനം കോഴിക്കോട്ട് വേണം എന്നുള്ളത് ഹസനാജിയുടെ ഒരു മോഹമായിരുന്നു.
MESൻ്റെ പല മീറ്റിങ്ങിലും ഈ ഒരു പ്രശ്നം അസനാജി അവതരിപ്പിച്ചിരുന്നെങ്കിലും അത് അന്ന് പലരും ചെവിക്കൊണ്ടിരുന്നില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് പിൽക്കാലത്ത് പിൻബലം കിട്ടുകയും അങ്ങനെ ഇവിടെ മുക്കത്തിനടുത്ത ആ സ്ഥലത്ത് PK അലി സാഹിബ് 15 ഏക്കർ സ്ഥലം ദാനമായിട്ട് കൊടുത്തു എന്നാണ്. അങ്ങനെ ദാനമായിട്ട് കൊടുത്ത ആ സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങണമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ മദ്രാസിലെ രാജ അബ്ദുൽ ഖാദർ ഹാജിയെ അസനാജി ചെന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അവിടെയുള്ള ബിൽഡിംഗ് എടുത്തു കൊടുക്കാൻ രാജ അബ്ദുൽ ഖാദർ ഹാജി മനസ്സ് കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കളന്തോടുള്ള രാജാസ് സ്കൂൾ ഇന്ന് ഉണ്ടായത് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രാജാസ് സ്കൂളിലെ സ്ഥലം കിട്ടിയപ്പോൾ JDTയിൽ നിന്ന് 20 ഓർഫൻ കുട്ടികളെയും കൊണ്ട് പോയിട്ടാണ് അസനാജി കൈക്കോട്ടൊക്കെ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ അതിൻ്റെ പറമ്പൊക്കെ ഇവിടുത്തെ ഓർഫൻ കുട്ടികളെ കൊണ്ട് വൃത്തിയാക്കിച്ചിട്ടാണ് അവിടെ കുറ്റിയടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. കേരള സർക്കാരിൽ നിന്നൊരു സ്കൂളിന് NOCക്ക് വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടപ്പോൾ അസനാജി തന്നെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് CBSEയിൽ നിന്ന് ആ സ്കൂളിന് അംഗീകാരം വാങ്ങിയെടുത്തു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ MESൽ വളരെ പ്രധാനപ്പെട്ട പല പദവികളും അസനാജി വഹിച്ചിട്ടുണ്ട്. MESൻ്റെ അന്നത്തെ 55 സ്കൂളുകളുടെ ചെയർമാൻ പദവി അസനാജി വഹിച്ചിട്ടുണ്ട്. MES ITCയുടെ ചെയർമാനായിരുന്നു, MESൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ഫോറിൻ അഫയേഴ്സിൻ്റെ ചെയർമാനായിരുന്നു, MESൻ്റെ അഖിലേന്ത്യാ ട്രഷററായിരുന്നു. അസനാജി ഈ MES കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് അതിനുവേണ്ടി ഒരുപാട് പണിപ്പെട്ട ആളാണ്. അതിൻ്റെ ട്രഷററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചതാണ്. പല MES സ്ഥാപനങ്ങൾക്കും തൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം സൃഷ്ടിച്ചു കൊടുക്കാൻ ശ്രമിച്ച ആളാണ്. MESൻ്റെ 7 ദേശീയ കോൺഫറൻസുകളുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു അസനാജി എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് MESൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയും അസനാജിയുടെ മേൽവിലാസം ഇല്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമായിട്ട് അവശേഷിക്കുന്നു. ഒരു കോളേജിന് പോലും അസനാജിയുടെ പേരിട്ടിട്ടില്ല എന്നുള്ളത് ചരിത്രം അദ്ദേഹത്തോട് കാണിച്ചൊരു നീതികേടായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതും ഉണ്ട്. ഏതായാലും തൻ്റെ എല്ലാ സ്വാധീനങ്ങളും JDTക്കും താൻ ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്ന ഡൽഹിയിലെ സ്വാധീനങ്ങൾ, വിദേശ സ്വാധീനങ്ങളൊക്കെ അദ്ദേഹം ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഉപയോഗപ്പെടുത്തി. ഏതൊരു VIPയെയും JDTയിൽ കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവേശമായിരുന്നു. കേരളം സന്ദർശിച്ചവരോ അല്ലെങ്കിൽ സന്ദർശിക്കാത്തവരൊക്കെ ആയിട്ടുള്ള പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഉപരാഷ്ട്രപതിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെയും അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അസനാജി JDTയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ 48,000 രൂപയായിരുന്നു JDTയുടെ മൂലധനം എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒരു മാസം JDTക്ക് 16,000 രൂപ വേണം എന്ന് പറഞ്ഞാൽ അന്ന് 3 മാസം മുന്നോട്ട് പോകാനുള്ള പണം മാത്രമേ JDTയുടെ അക്കൗണ്ടിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയുക. 1978 സെക്രട്ടറി ആയിട്ട് സ്ഥാനേറ്റെടുക്കുമ്പോൾ അസനാജിയുടെ ഒരു വിഷനെക്കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ മക്കളെ ഒരു ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത് മാത്രമേ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് അസനാജിക്ക് തോന്നിയപ്പോൾ താൻ ചാർജ് ഏറ്റെടുത്ത 78 തന്നെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഇവിടെ ഒരു ITC ഉണ്ടാക്കുകയാണ്. പല ട്രേഡുകളോടുകൂടി, കാർപ്പൻട്രി പോലെയുള്ള ട്രേഡുകളോടുകൂടി അദ്ദേഹം ITC ഉണ്ടാക്കുകയും ആ ITCയിലൂടെ തൊഴിൽ പഠിച്ച കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന് ജോലി അവസരം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിന് പുറമെ ഇന്ത്യ ഗവൺമെൻറ് MHRDയുടെ കീഴിൽ പിന്നീട് വൊക്കേഷണൽ കോഴ്സുകൾ തുടങ്ങിയപ്പോൾ വുഡ് ഇൻഡസ്ട്രി, പൗൾട്രി ഫാം, പവർലൂ, വെൽഡിംഗ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് തുടങ്ങിയ പോലെയുള്ള നല്ല നല്ല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ JDTയിലേക്ക് പിടിച്ചു കൊണ്ടുവരാനും അസനാജി ശ്രമിക്കുകയുണ്ടായി. അതേപോലെ 1989 IGNO എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്ത് ആദ്യമായിട്ടത് JDTയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ സെൻറ്റർ കൊണ്ടുവരാൻ ശ്രമിച്ചു. 91 ആദ്യമായിട്ട് കേരളത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൊടുക്കാൻ ആരംഭിച്ചപ്പോൾ ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആദ്യത്തെ സ്കൂള് JDTക്ക് വാങ്ങിയെടുക്കാൻ അസനാജിക്ക് സാധിച്ചു. 94 കേരളം കണ്ട ഏറ്റവും വലിയ സ്വകാര്യ പോളി സമരം എന്ന സമരം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് പോലും കേരളത്തിൽ ആദ്യമായിട്ട് സ്വാശ്രയ മേഖലയിൽ ഒരു JDTക്ക് ഒരു പോളി വാങ്ങിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ പോളിയിലെ 25% സീറ്റുകൾ അനാഥർക്കായി നീക്കിവെക്കുന്നുവെന്ന് ഇന്നും ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു MOU സൈൻ ചെയ്യിപ്പിക്കാനും അദ്ദേഹത്തിന് ആ കാലത്ത് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. JDTയിൽ അസ്ലം സാഹിബിൻ്റെ കാലത്തൊക്കെ 1930 ഈ അറയ്ക്കൽ
ആയിഷ ബീവി ആദിരാജ സംഭാവന ചെയ്ത, നമ്മൾ ഇന്ന് ലൈബ്രറി ബിൽഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ മ്യൂസിയം ബിൽഡിംഗ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ബിൽഡിംഗ് മാത്രമേ നല്ലൊരു ബിൽഡിംഗ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിലായിരുന്നു ഓഫീസും ഹോസ്റ്റലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. പലപ്പോഴും കുട്ടികളൊക്കെ താമസിച്ചിരുന്നത് ക്ലാസ് മുറികളിലായിരുന്നു എന്നാണ്. രാവിലെ അധ്യാപകർ വന്നാൽ ഈ കുട്ടികളെ മൂത്രിച്ചതും കാഷ്ടിച്ചതൊക്കെ വെടുപ്പാക്കിയിട്ട് ക്ലാസ് തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഹസനാജി ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ അപര്യാപ്തത മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അബുദാബിയിലെ ഷെയ്ഖ് ഉമർ ബിൻ യൂസഫിനെ കൊണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടി ഒരു കെട്ടിടം സ്പോൺസർ ചെയ്യുകയും ചെയ്ത കെട്ടിടമാണ് ഇന്ന് നമ്മുടെ JDTയിലെ പ്രധാനപ്പെട്ട ഹൈസ്കൂൾ കെട്ടിടമായിട്ട് കാണുന്നത്. 1986 അന്നത്തെ ഉപരാഷ്ട്രപതി R വെങ്കിട്ടരാമനെ കൊണ്ട് ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. അതേപോലെ ദുബൈയിലെ ഷെയ്ഖ് സെയ്ഫ് അൽ ഖുറൈറിൻ്റെ സ്പോൺസർഷിപ്പിൽ JDTക്ക് വേണ്ടിയിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ ഹോസ്റ്റലും അദ്ദേഹം പണി കഴിപ്പിച്ചു കൊടുത്തു. പോളിടെക്നിക്ക് JDTക്ക് അനുവദിച്ചു കിട്ടിയപ്പോൾ IDBയുടെ സഹായത്തോടു കൂടി പോളിടെക്നിക്കിന് വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയും 94 തന്നെ അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന KR നാരായണനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിക്കുകയും ചെയ്തു. അതോടൊപ്പം ഹസനാജിയുടെ അവസാന കാലത്ത് JDTയിലെ അവസാന കാലത്ത് 98 അദ്ദേഹം JDTയിൽ നിന്ന് 98 ഓഗസ്റ്റ് 7 അദ്ദേഹം JDTയിൽ നിന്ന് പോകുന്നത്. അദ്ദേഹം 95 കാലമാകുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഇഖ്റ ട്രസ്റ്റ് ഒരു നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിവരം കേട്ടപ്പോൾ ഹസനാജി വിചാരിച്ചത് അത് JDTക്ക് വാങ്ങിയെടുക്കണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള പെടാപ്പാടിലായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് PK അബ്ദുൽ ഗഫൂർ സാഹിബ് നടത്തിയിരുന്ന മണപ്പാട് ഹോസ്പിറ്റൽ, ഇന്ന് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അത് അഡ്വാൻസ് വരെ ഉറപ്പിച്ചു ഒരു സമയം. പക്ഷേ അന്നത്തെ മാനേജ്മെൻറ്റ് അത് മാറിക്കളഞ്ഞു. അപ്പോഴും ഹസനാജിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ് മാലാപ്പറമ്പിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ആ ഇഖ്റ ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഹസനാജിക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തി വെച്ചിട്ടാണ് ഹസനാജി ഇവിടെ നിന്ന് പോയത് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെയധികം സ്വാധീനമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇതിൻ്റെ സ്വാധീനത്തിൻ്റെ ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയുകയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ അമേരിക്ക സന്ദർശിച്ച സമയത്ത് ശിഹാബ് തങ്ങൾക്ക് UN അസംബ്ലി ഒന്ന് കാണണമെന്നൊരു മോഹം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷേ UN അസംബ്ലിയിൽ അങ്ങനെ പാസോ അല്ലെങ്കിൽ ID കാർഡോ ഒന്നും ഇല്ലാതെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല. അപ്പം ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കേട്ടപ്പോൾ ശിഹാബ് തങ്ങളെയും കൂട്ടി ഹസനാജി പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ഓഫീസിൽ ചെന്നിട്ട് ശിഹാബ് തങ്ങളെ ഹസനാജി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ മാർപ്പാപ്പയാണ് എന്നാണ്, അദ്ദേഹത്തെ നമുക്ക് ഇതിൽ എന്തായാലും കയറ്റണം എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്നാണ്. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പോൾ ഹസനാജി നേരത്തെ തന്നെ UN ഇന്ത്യൻ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. ഹസനാജിനോട് പറഞ്ഞു, നിങ്ങളുടെ ഗ്യാരണ്ടിയിൽ നിങ്ങൾ എഴുതി തന്നാൽ പ്രവേശിപ്പിക്കാമെന്നാണ്. അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്ത ശേഷമാണ് ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് UN സന്ദർശിക്കാൻ സാധിച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ ഏത് സമയത്തും അദ്ദേഹത്തിന് അത് ഉപയോഗപ്പെടുത്താനും അറിയാമായിരുന്നു എന്നുള്ളതാണ്. 143 തവണ മക്കയിലേക്ക് തീർത്ഥയാത്ര നടത്തിയ ഒരു മനുഷ്യൻ, ലോക മുസ്ലിം നേതാക്കൾക്കൊപ്പം 35 പ്രാവശ്യം കഅബ ക്ലീനിങ്ങിൽ പങ്കെടുത്തൊരു മനുഷ്യൻ, 46 തവണ ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഹസനാജി എന്നുള്ളത് നാം മനസ്സിലാക്കുക. 1996 ഇഖ്റ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കായിരുന്ന സമയത്താണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം JDTയുടെ ഫണ്ട് വകമാറി ചെലവഴിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് അന്നത്തെ കണക്ക് നോക്കാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കമ്പനിയെ തന്നെയാണ് നിയോഗിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വിശ്വസ്തന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനി സമയാസമയത്ത് കണക്ക് തയ്യാറാക്കാത്തതും അദ്ദേഹം വിശ്വസിച്ചേൽപ്പിച്ച ചില ആളുകളും ചില കമ്മിറ്റി അംഗങ്ങളൊക്കെ അദ്ദേഹത്തിന് എതിര് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഈ ഒരു സ്ഥാപനത്തെ നെഞ്ചേറ്റുകയും 62 മുതൽ 98 വരെയുള്ള കാലയളവിൽ 20 കൊല്ലം സെക്രട്ടറി ആയിട്ടും ബാക്കി വർഷങ്ങളിലൊക്കെ ഓണററി സെക്രട്ടറി ആയിട്ട്, മാനേജറായിട്ട്, പ്രിൻസിപ്പാലായിട്ട്, കോർഡിനേറ്ററായിട്ട്, അങ്ങനെയൊക്കെ പല മേഖലകളിലും അദ്ദേഹം ഈ സ്ഥാപനത്തെ സേവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ കണിശമായ നിലപാടുകൾ ഹസനാജി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭരണരംഗത്ത് കണിശതയും കൃത്യതയുള്ള ആളായിരുന്നു എന്നുള്ളത്
എൻ്റെ കാലം കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവർ നിഷ്പക്ഷമായി വിലയിരുത്തും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിലയിരുത്തലാണ് ഇന്ന് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹം കാണിച്ച കണിശതയും അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃപാഠവും അതെത്രമാത്രം അന്ന് ആവശ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ്. അതേപോലെ ഈ മതചിട്ടയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെയധികം അദ്ദേഹം താല്പര്യം. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമസ്കരിക്കുന്ന കാര്യത്തിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിൽ, കുട്ടികളെ നമസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹം വളരെയധികം നിഷ്ഠ പുലർത്തിയിരുന്നു. അന്ന് കുട്ടികളെപ്പോലും ഹജ്ജിനും മറ്റും തിരഞ്ഞെടുത്തിരുന്നത് മതകാര്യത്തിൽ കുട്ടികൾക്കുള്ള നിഷ്ഠ നോക്കിയിട്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. JDTയിലെ ജോലികളിലൊക്കെ പ്രഥമ പരിഗണന അദ്ദേഹം ഇവിടുത്തെ അനാഥ കുട്ടികൾക്ക് നൽകിയിരുന്നു. എല്ലാ വർഷവും ഒരുപാട് കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കോഴിക്കോട്ടെ ഏത് കലാ, കായിക, സാംസ്കാരിക പരിപാടികളിലും ഇവിടുത്തെ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് JDTയുടെ സാന്നിധ്യം അടയാളപ്പെടുത്താനും അസനാജിക്ക് സാധിച്ചു. അറബ് ലോകവുമായുള്ള നല്ല ബന്ധം JDTയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഏതു നിലക്കും JDTയെ സംബന്ധിച്ച് ഇതിൻ്റെ വളർച്ചയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അസനാജി എന്നും ഓർക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അതോടൊപ്പം അസനാജിയെയും അസ്ലം സാഹിബിനെയൊക്കെ അനുസ്മരിക്കുമ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റിയ ചില വ്യക്തികളെ കൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് പേരെ കൂടി സൂചിപ്പിക്കുന്നത്, ഒന്ന് നമ്മുടെ സി മൗലവിയാണ്. അദ്ദേഹം മാവൂരിൽ ചിറ്റടി കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ വസൂരി വന്ന് ബാപ്പ മരിച്ചുപോയി. അങ്ങനെ ഉമ്മ വീട്ടുജോലികൾ ചെയ്ത്, കോയപ്പത്തൊടി തറവാട്ടിലെ വീട്ടുജോലിക്കാരിയായിരുന്നു ഉമ്മ. അങ്ങനെ 1ാം ക്ലാസ് മുതൽ JDTയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ പഠിച്ച് അറബി കോഴ്സൊക്കെ കഴിഞ്ഞ് JDTയിൽ തന്നെ ഒരു അറബിക് അധ്യാപകനൊക്കെയായി. കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വിരമിച്ച ശേഷവും JDTയിലെ കുട്ടികളൊക്കെ നോക്കി അവർക്ക് മതം പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ചുപോയ വളരെ നിസ്വനായിട്ടുള്ള ഒരു കർമ്മയോഗി എന്ന് വിളിക്കാവുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ സി മൗലവി എന്ന് പറയുന്നത്. അതേപോലെ കോയാമുട്ടി മാസ്റ്റർ ഒരുപാട് കാലം JDTയിൽ വാർഡനൊക്കെ ഇവിടുത്തെ കുട്ടികളുടെ ഹോമിയോ ഡോക്ടർ എന്നറിയപ്പെട്ട, കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച, അതേപോലെ CP മുഹമ്മദ് മൗലവിയെ പോലെയുള്ള, അതുപോലെ കണക്കൊക്കെ അന്ന് അസ്ലം സാഹിബിൻ്റെ കാലത്തും അസനാജിയുടെ ആദ്യകാലത്തൊക്കെ JDTയുടെ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന രാഘവക്കുറുപ്പ്, അസ്ലം സാഹിബിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിളിക്കുന്ന, അങ്ങനെ അതേപോലെ നമ്മുടെ വാർഡനായിട്ടുള്ള ഉമ്മർ സാഹിബ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ തങ്ങളുടെ ജീവിതം JDTക്ക് വേണ്ടി മാറ്റിവെച്ച കുറേ മനുഷ്യർ, അവരെ കൂടി നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കുക. അതേപോലെ അസ്ലം സാഹിബിൻ്റെ കാലത്തും അസനാജിയുടെ കാലത്തൊക്കെ ഹെഡ്മാസ്റ്റർമാരായിരുന്ന 2-3 വ്യക്തികൾ. അതിൽ ആദ്യത്തെ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്നത് കാരപ്പറമ്പ് സ്വദേശി അബൂബക്കർ മാസ്റ്ററാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, എൻ്റെ വല്യുപ്പയാണ്. ആ കാലത്ത് കുട്ടികൾക്കൊക്കെ വളരെയധികം അസനാജിയെപ്പോലെ അല്ലെങ്കിൽ അസ്ലം സാഹിബിനെ പോലെ തന്നെ പേടിയും അതേപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിനുശേഷം ഹെഡ്മാസ്റ്ററായ പാഴൂർ സ്വദേശി അബ്ദുസ്സലാം മാസ്റ്ററും ഈ ഒരുപാട് കാലം ഈ JDTയുമായിട്ട് നല്ല ബന്ധം, കുട്ടികളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന, ചില സമയത്തൊക്കെ അസനാജിയൊക്കെ ആയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ക്ലാഷുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അവർ ഒരു ക്ലാസ്സിനൊരു ഉദാഹരണം പറയുന്നത്, ഒരിക്കലും ഇവിടെ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് ഈ NCC കുട്ടികളെ ഗാർഡ് ഓഫ് ഓണർ നടത്താൻ വിട്ടുകൊടുക്കാൻ ഈ ഹെഡ്മാസ്റ്ററോട് അബ്ദുസ്സലാം മാസ്റ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിട്ടുകൊടുത്തില്ല എന്നാണ്. അപ്പോൾ അസനാജി അടുത്തതായിട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഗാർഡ് ഓഫ് ഓണറൊക്കെ കൊടുക്കാൻ കഴിവുള്ള കുറച്ച് ഓർഫനേജ് കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം TSP എന്ന പേരിലൊരു ട്രാഫിക് സെക്യൂരിറ്റി ഫോഴ്സ് ഇവിടെ രൂപം കൊടുക്കുകയും അന്നത്തെ കൊളംബോ സ്റ്റോറിലെ ഓണറായിട്ടുള്ള ഇസ്മായിൽ സാഹിബിനെ പോയി കണ്ട് അവരോട് കുറച്ച് യൂണിഫോമിൻ്റെ തുണിയൊക്കെ വാങ്ങി അദ്ദേഹം തന്നെ കുട്ടികളെ യൂണിഫോമൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് അദ്ദേഹം ചോദിച്ചു പോയിട്ടില്ല എന്നാണ്. അത് ഈ കുട്ടികളെ ഉപയോഗിച്ചിട്ട് അത് ചെയ്തു എന്നൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു രാഗദ്വേഷ ബന്ധം എന്ന് നമ്മൾ പറയാം, ലവ് ഹേറ്റഡ് റിലേഷൻഷിപ്പ്, ആ നിലക്ക് പോയിരുന്ന ആളായിരുന്നു. അതേപോലെ കുറേ കാലം അസനാജിയുടെ കാലത്ത് ഹെഡ് മാസ്റ്ററായിരുന്ന ഉമ്മർ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഈ JDTയുടെ ആ ഒരു കാലത്ത് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ആളുകളാണ്. ഇന്ന് JDT അസനാജിക്ക് ശേഷവും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് മേഖലകളിൽ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വന്ന CP സാറും അൻവർ സാറൊക്കെ ഉള്ള കമ്മിറ്റിയുടെ കാലത്താണ് JDTയിൽ ഏറ്റവും അധികം കെട്ടിടങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന JDTയുടെ ഒരു മുഖച്ഛായ മാറിയത് ആ കമ്മിറ്റിയുടെ കാലത്തായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം 23-ൽ സ്ഥാനേറ്റെടുത്ത ഇദ്രീസ് ഡോക്ടറുടെയും അതേപോലെ അൻവർ ഡോക്ടറുടെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെയധികം വിഷനോടുകൂടി ഈ സ്ഥാപനം എങ്ങനെ ഈ
അനാഥർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഭാവിയിൽ ഉപകാരപ്പെടുത്താം എന്ന ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാ കമ്മിറ്റികൾക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം, ആരോഗ്യം, അനാഥ സംരക്ഷണം എന്നീ മേഖലകളിലെല്ലാം വളരെ സുത്യർഹമായ രീതിയിൽ അതിൻ്റെ സേവനമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇന്ന് JDT മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും വികസന പാതയിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനത്തോടെ ഓർക്കാം. നിങ്ങളുടെയൊക്കെ സന്മനസ് എന്നും JDTയോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മലയാളത്തിലൊരു ചെറിയ കവിതാ ശകലം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. PP രാമചന്ദ്രൻ എന്ന കവിയുടെ ലളിതം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ഒരു കിളി എത്ര സുന്ദരമായിട്ടാണ് അതിൻ്റെ ജീവിതം ഇവിടെ ജീവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാനെന്നതിൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഒരു കിളി അതിൻ്റെ ശബ്ദം കൊണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തൂവൽ പൊഴിച്ചിട്ട് കൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടയിരുന്നു കൊണ്ട് നാളെ ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിവിടെ സൂചിപ്പിച്ച ഈ മഹാന്മാരായ ആളുകൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാകുമെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയവരാണ്. അതുകൊണ്ടാണ് അവരെ നാം ഇന്ന് തിരിച്ചറിയുന്നത്, അവർക്ക് വേണ്ടി നാം സമയം മാറ്റിവെക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.